എന്നാടി പண்றது? திருப்பி கொடு, நல்லா வேகட்டும். ഇത്ര സുഖമായില്ലടാ. ഇത് സാധനം വേറെയാ. മതി. ചക്രമണിട്ടാ പരമു. അല്ല, ഇതാര് പരമുവോ? കുറെ നാളായല്ല കണ്ടിട്ട്. ജീവിതമൊക്കെ സുഖമല്ലേ പരമു? സുഖം. സാക്ഷിയും തെളിവില്ലാഞ്ഞാൽ ആളൊരുത്തനെ കുത്തിക്കൊല്ലുന്നതിന് 6 വർഷം ശിക്ഷ, അത് സുഖം. 4 ആള് കാണുമെങ്കിൽ ശിക്ഷ 12 വർഷം, അത് പരമസുഖം. കെട്ടിയോളും പിള്ളേരും ഇല്ലാത്തവന് വീരണം വിഷ്ണുലോകം, ജയിലെങ്കി ജയിൽ. അതെ, അത് തന്നെ. അവകാശം പറഞ്ഞിനി നീ ജഗതയുടെ മുമ്പിൽ ചെന്നു എന്നറിഞ്ഞാൽ അരിഞ്ഞുകളഞ്ഞാൽ. എന്താ പരമുത്? പഞ്ചലോഹം, ആല, പവിത്ര കണ്ണാടി, കുപ്പുവച്ചൻ. ആവേശത്തിനിടയ്ക്ക് ഞാൻ കെട്ടിയ ഒരു ചരട് കിടക്കുന്ന കണ്ടില്ലേ ഓടകഴുത്തില്? കെട്ടുതാലി കോർത്ത ഒരു മഞ്ഞ ചരട്. ആ നാറിയ ചരട് പൊട്ടിച്ചെറിയാൻ ജഗതയോട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി. എങ്കി ഒന്ന് പറഞ്ഞു നോക്ക്. ഒരിക്കൽ ഓൾ എന്നോട് ഇത് പറഞ്ഞതാ. എന്നിട്ട് എന്തായി? 3 മാസം ഗർഭം ഉണ്ടായിരുന്ന ഓളെ ഞാൻ പ്രസവിപ്പിച്ചില്ല. നിർത്തട. ചുട്ടുപഴുത്ത മൂശയിലെ വാർ പച്ചിലൊഴിക്കുമ്പോ ഒഴിക്കണ ദിശയും മൂച്ചും ഒരുപോലെ വേണം. കൂട്ടത്തിലൊരുത്തൻ കാലുവാരിയ തച്ചു കൊല്ലും. അത് മൂശാരിന്റെ പ്രമാണം. ഇവിടെ നീ ആ കുടുംബങ്ങളുടെ ജീവിതം ഇട്ടാ കളിച്ചത്, മറക്കണ്ട. ആര് മറന്നു? ഒരു വട്ടം കൂടി എല്ലാം ഓർമ്മിപ്പിച്ചിട്ടേ ചക്രപാണി മടങ്ങും. അങ്ങനെ ഒരു മടക്കത്തിന് നീ ഉണ്ടാവില്ല. ഇക്കണ്ട മുഴുവൻ ആളിന്റെയും ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അന്ന് നീ രക്ഷപ്പെട്ടു. കളഞ്ഞുപോയി എന്ന് കരുതിയതൊക്കെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ച് പുതിയൊരു ജീവിതത്തിന് ഒരുങ്ങുവാൻ ഞാൻ. ചക്രപാണി, എന്നോട് കളിച്ചാവുണ്ടല്ലോ, നിന്റെ നെഞ്ചിലൊരു കരിക്ക് വെട്ടിവെച്ചിട്ട് ഞാൻ മടങ്ങും. 6 വർഷം അന്തി ഉറങ്ങിയ ജയിലിലേക്ക് ആയുഷ്കാലം. കുമാര, ഈ ജാതി കൊണ്ട് മൂശാരിയല്ലേ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ലേ? അതെ. നിങ്ങളുടെ ജാതിയില് ഒരുത്തൻ ഒരുത്തിയുടെ കൈത്തി താലി കെട്ടിയാല് മരണം വരെ ഓനോളോട് പൊറുക്കണമെന്നല്ലേ? അതെ. ആണേ. അപ്പോ ഞാൻ താലി കെട്ടി ഇറക്കിയ പെണ്ണ് ജഗത പരമോനോടെ പൊറുക്കുന്ന എന്തിനായത്തില? ജഗത അത്തരക്കാരിയല്ല. അവളെ കുറിച്ച് അങ്ങനെ പറയണ്ട. പിന്നെ പരമു ആണെങ്കിൽ നീ എന്നുപോലെ പരമോന്റെ ആളായത്. ആയിക്കോ. പക്ഷേ എനിക്ക് അവകാശപ്പെട്ട മുതല് എന്റെ കെട്ടിയോളെ എനിക്ക് വേണം. അത് നീ എനിക്ക് വാങ്ങിച്ചു. ചക്രപാണി, നീ എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. നിനക്ക് വേണ്ടി ഞാൻ എന്റെ കൂടപ്പുറപ്പുകളെ ദ്രോഹിച്ചു. എന്നിട്ടും ആല എനിക്ക് അർഹതപ്പെട്ടതാണ്. വേണമെന്ന് പറഞ്ഞ കഴിവേത് മോനെ, ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടിട്ട് കൊല്ലും ഞാൻ. വേണ്ട, എനിക്ക് ആലയും വേണ്ട, കൂട്ടും വേണ്ട. പക്ഷേ എനിക്കെന്റെ ജഗതയെ വേണം. അത് നീ ഏക്കണം. പണ്ട് പാവം തോന്നി നിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു കൈപ്പഴ ഞാൻ ഒതുക്കി വെച്ചു. പെങ്ങളെ കൊന്നവന്റെ നെഞ്ചത്ത് കയറ്റാൻ പരമ ഒരു കത്തിയും പണിയിച്ച് നടക്കുന്ന കാര്യം നീ മറക്കണ്ട. എനിക്കറിയാം നീ അത് ചെയ്യും, ചെയ്തിരിക്കും, ചെയ്തേ പറ്റൂ. എന്നെ കൊന്നെ. എന്താ കുമാരേട്ടാ, എന്താ പറ്റിയേ? എന്താ നിലവിളിച്ചേ? എന്താ എന്താ മോനെ? സ്വപ്നം കണ്ടതാ. കാവിലെ വഴിപാട് മുടക്കരുത് പറഞ്ഞ ആര് കേൾക്കാൻ? അനുഭവത്തിൽ വരുമ്പോഴേ പഠിക്കൂ. ഒന്നാണ് മാറ്. നീ അങ്ങനെ നീരിക്കേ. ഈശ്വര, അമ്മേ, മഹാമായേ, കാത്തുരക്ഷിക്കണേ. നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കുക കേട്ടോ. മക്കൾ ഉറങ്ങിക്കോളൂ.
വെള്ളം വല്ലതും വേണോ? വേണ്ട. എന്നാ കിടന്നോളൂ. ശശി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ? വേറെ നല്ല സ്വയംഭം മൂശാരി ചെറുക്കന്മാരെ തേടി പിടിച്ച് കൂടെ പൊറുക്കും. അല്ലാതെന്താ? അതിന് ലക്ഷ്മി ഒന്നുകൂടെ ജനിക്കണം. ശശിന്റെ കൂടെ പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പ കണ്ടോ ഞാൻ എന്താ ചെയ്യണമെന്ന്. നിനക്ക് എന്നാ അത്രയ്ക്ക് ഇഷ്ടം? എത്രയ്ക്കും? ഇത്രയ്ക്ക്. എന്താടി ഇത്? മനുഷ്യന് വായ വെച്ച് തിന്നാണല്ലേ? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചതാണല്ലോ, നിനക്ക് മാത്രം എന്താ ഇപ്പൊ ഇത്ര? നീ അധികം വർത്താനം പറഞ്ഞാണല്ലോ. നിന്നാ നീ എന്ത് ചെയ്യും? വേണമെങ്കിൽ വെച്ചിട്ട് പോകിൻ. എടി ചിന്നമ്മോ, നിന്നെ കെട്ടിയാനെ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോ. അല്ല പിന്നെ ചവിട്ടി ഇല്ലാത്ത കാശുണ്ടാക്കി കെട്ടിച്ചാച്ചിട്ട് വെറുതെ അല്ലേ നിന്നെ കയ്യിൽ കൊണ്ടാ കെട്ടിയോ കൊണ്ട് നല്ല പരാതി. ഞാനെന്ന് ചർച്ച നിനക്കൊക്കെ സമാധാനാവുമല്ലോ. എന്താ മോളെ, എന്താ നിങ്ങൾ പറയും? ഞാൻ എന്താ ചെയ്യേണ്ടത്? വർഷം എത്രയായി ഞാനിവിടെ ആൺതുണയില്ലാതെ കഴിയുന്നു. നിങ്ങൾ എന്നെ എന്റെ മൂശാരിന്റെ അടുത്ത് ആക്കുകയില്ല, സമാധാനത്തിന് ഇവിടെ ഇരിക്കാനും സമ്മതിക്കില്ല. ഞാൻ ചാകും, കണ്ടോ? ഒരു ദിവസം ഞാൻ ചാകും. എടി നീ ഇത് കുറെ നാളായാലും പറയാൻ തുടങ്ങിയിട്ട്. എടി മനുഷ്യനായ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഒന്ന് നടപ്പിലാക്കി തരാമോ? എന്നിട്ട് വേണം എനിക്ക് ചാവാൻ. ഒരു തന്തയുടെ മനസ്സിലിരിപ്പേ. പോട്ടെ മോളെ, സാരില്ല. നിങ്ങൾക്ക് വെറുതെ തോന്നിയതാവും. ഒരു തമ്മിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാ കവളത്ത് മോറിൽ ഉമ്മച്ചിക്കണ കണ്ടത്. എന്റെ ഒരു തലേവര. ഈ ജന്മത്തൊരു കണ്ണാടി വാർത്തുണക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാ ഞാൻ. അങ്ങനെയാണെങ്കിൽ അത് വിധിയെന്ന് വിചാരിച്ച് സമാധാനിക്കായിരുന്നു. ഇത് കയ്യി കിട്ടിയില്ല നായപ്പോഴേക്കും ഈ മംഗലം നടന്ന ആശേരിച്ചക്കം കൂട്ടുപടിച്ച ഓന്റെ ആലയിൽ ഞാൻ മണ്ണരയ്ക്കാനും ഒലയൂതാനും നിൽക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പരമൂന് ഓനോട് പറഞ്ഞില്ല, പറയാൻ പോവുക. ശശി, നീ ഇന്ന് എന്റെ കുടിയിൽ വന്നോ? വന്നു. എന്തിനാ? ആലയിൽ തീരെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട് വളർന്ന എന്റെ കൊച്ചിനെ നീ എന്താണ് ഇവിടെ വാ. ഇനി എന്റെ കൊച്ചിനോട് മിണ്ടിന്നോ പറഞ്ഞോന്ന് കേട്ടാൽ കുത്തി കൊടലക്ക് ഞാൻ പറഞ്ഞേക്കാം.